കർക്കിടകത്തിൽ ഔഷധ ചെടികൾക്ക് ഇരട്ടി ഗുണം വരും എന്നാണ് പഴമക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മരുന്ന് കഞ്ഞി കർക്കിടകത്തിൽ കൂടുതൽ അനുകൂലമായിരിക്കുന്നു. മിക്കവരുടെയും ധാരണ ഈ കഞ്ഞി ചവർപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്യാൻ പോലും പലർക്കും മടിയാണ്. മരുന്ന് കഞ്ഞി ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ഇതിന്റെ രുചിയും ഗുണവും ഓർത്ത് നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കണം. ഇതിന് തവിടോടുകൂടിയുള്ള അരിയും പയറും ഉലുവയും ധാരാളം പച്ചമരുന്നുകളുമാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത്. ഞാൻ വീട്ടിലുണ്ടായിരുന്ന 11 പച്ചമരുന്നാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. മുക്കൂറ്റി, കുടങ്ങല്, കറുക, കീഴാനെല്ലി, നീല ശംഖുപുഷ്പത്തിന്റെ തളിരിലയും വേരും, ചെറുള, തുമ്പ, മുയൽ ചെവിയൻ, കയ്യോന്നി, പൂവാങ്കുറിഞ്ഞൽ, പിന്നെ കുറുന്തോട്ടിയുടെ വേരും. ഇതെല്ലാം കൂടെ കഴുകി വൃത്തിയായി അരിഞ്ഞ് കുറച്ച് നല്ല ജീരകം ചേർത്ത് അരച്ച് പിഴിഞ്ഞെടുത്തു. ജീരകം ചേർക്കുമ്പോൾ പച്ചിലയുടെ ചവർപ്പ് മാറിക്കിട്ടും. ഇനി വെന്ത കഞ്ഞിയിൽ ഈ നീര് ചേർത്ത് ഇളക്കി തിളച്ച ശേഷം അതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് യോജിപ്പിക്കണം. ഇനി അല്പം നെയ്യും കൂടെ ചേർത്ത് ഇളക്കി അടുപ്പിൽ നിന്ന് വാങ്ങാം. നമ്മുടെ നല്ല രുചിയും ഗുണവുമുള്ള കർക്കിടക കഞ്ഞി തയ്യാർ. ഇതിന് ഉപ്പ് പോലും ചേർക്കേണ്ട ആവശ്യമില്ല. കഞ്ഞിയും ചുട്ട പപ്പടവും പ്ലാവില കുത്തിക്കോരി വേണം കുടിക്കാൻ. ഹാ, എന്താ രുചി! വിത്ത് ലവ്, ലക്ഷ്മി.